ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്പഞ്ച് കേക്കാണ്. ഈ സ്പഞ്ച് കേക്കിന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നില്ല, ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് ഉണ്ടാക്കാനായിട്ട് ഓവൻ വേണ്ട, കുക്കർ വേണ്ട, ബീറ്റർ ഒന്നും വേണ്ട. മിക്സിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് വേണ്ടി പ്രത്യേകം പാത്രങ്ങളൊന്നും നമ്മൾ മേടിക്കേണ്ടതില്ല. വീട്ടിലുള്ള എന്ത് പാത്രമാണുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഉടനെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മൈദ, ബേക്കിംഗ് പൗഡർ, അതുപോലെ ഉപ്പ്. ഈ മൂന്നെണ്ണം നമ്മളൊരു ബൗളിനകത്തോട്ട് ഇടാൻ പോവാണ് ആദ്യം. അപ്പോൾ ഒരു ബൗൾ എടുത്തു. ഈ ബൗളിനകത്തോട്ട് ഇവിടെ ഒരു കപ്പിൻ്റെ ഒരു സ്കൂപ്പാണ് ഇതുള്ളത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കപ്പ് കണക്കിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു കപ്പ് കണക്കിന് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന കപ്പാണെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് ഒരു കപ്പ് എടുക്കുക. പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡറാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു നുള്ള ഉപ്പ്. അത് നമ്മളൊന്ന് ബാലൻസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇതിനകത്ത് കേക്കൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത്. ഇനി ഇത് മൂന്നും ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർക്കോ സ്പൂണോ വെച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഇതെല്ലായിടത്തും ആവണമെന്നില്ല. അപ്പം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിനകത്തോട്ടാണ് ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് അരിച്ചിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് 1, 2, 3 തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഞാനിവിടെ 2 തവണയാണ് അരിച്ചെടുക്കുന്നത്. ഒരു തവണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എത്രത്തോളം നിങ്ങൾ അരിക്കുന്നോ അത്രത്തോളം ഇതിനകത്ത് ഇത് മൂന്നും ഒരുമിച്ച് കമ്പൈൻഡ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് 2 തവണ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പൊടി റെഡിയാണ്. ഞാനിതങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ഒരു വലിയ ജാറ്. ഇതിനകത്തോട്ടാണ് ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. ഈ കേക്ക് ഉണ്ടാക്കുമ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയും. ഡ്രൈ എന്ന് പറയുന്നത് പൊടികൾ, വെറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പം മുട്ട അല്ലെങ്കിൽ ബട്ടർ, ഓയിൽ, അതൊക്കെയാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ ആദ്യം ഈ മിക്സിക്കകത്തോട്ട് ഒരു 4 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇടാം. പിന്നെ ഞാനിവിടെ ഒരു 3/4 കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് പൊടിച്ചത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ പഞ്ചസാര തന്നെ ഇടാം. അപ്പം 3/4 കപ്പോണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഒന്നുമില്ല, ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 3 ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഞാൻ ആദ്യം ഒരു 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കട്ടെ. നമ്മളെപ്പോഴും ഈ കേക്കിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അളവുകളൊക്കെ കറക്റ്റായിരിക്കണം. നിങ്ങൾ എന്ത് കപ്പാണ് എടുക്കുന്നത് അതൊരു പ്രശ്നമല്ല. പക്ഷേ എടുക്കുന്ന കപ്പിന് തുല്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും അതുപോലെ ബാലൻസ്ഡ് ആവണം. ഇതപ്പോൾ ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി 1 മിനിറ്റും കൂടെ, മൊത്തത്തിൽ 2 മിനിറ്റാണ് നമ്മൾ അടിക്കേണ്ടത്. ഞാൻ 1 മിനിറ്റും കൂടെ ഞാൻ ചേർന്ന് ഒന്നും കൂടെ ഒന്ന് ഹൈ സ്പീഡിൽ ഞാൻ 1 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൽ ചെയ്യാം. ഇതിപ്പം ഞാൻ മിക്സിയിൽ, എല്ലാവർക്കും ഇലക്ട്രിക് ബീറ്റർ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർക്ക് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 1 മിനിറ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരു ബൗളിനകത്തോട്ട്, ബൗൾ വേണമെന്ന് തന്നെ ഇല്ല, നിങ്ങളിലൊക്കെ ഏതാണ് കുറച്ച് വലിയ മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമുള്ള പാത്രം, അങ്ങനെ ഒരു പാത്രത്തിലോട്ട് ആദ്യം അതെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ ഒരു കൂട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇടുവല്ല ചെയ്യുന്നത്. നമുക്ക് കുറേശ്ശായിട്ട് ഇടാം. ഞാനിപ്പോൾ അത് ഇച്ചിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് 2 പ്രാവശ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒരു അര ഭാഗം ഇട്ടിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പം ഇതിനകത്തുള്ള ആ ഒരു മൈദയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് കട്ട പിടിക്കുമല്ലോ. ആ കട്ട പിടിച്ചതെല്ലാം നിങ്ങളൊന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ സ്പാച്ചുല എന്ന് പറയുന്നത് കേക്കുകൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. അതെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. കേക്കൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ട് ഇത് മേടിക്കുന്നത് നന്നായിരിക്കും. ഇനി വല്ലപ്പോഴൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ ഇത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് പകരം വീട്ടിലുള്ള ആ ഒരു തവി വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇനി ഞാൻ അടുത്ത ഒരു ബാച്ചും കൂടെ ഞാനൊന്ന് ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ കേക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അത്രയും എളുപ്പമുള്ള ഒരു കേക്കാണ്. ഇപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ബട്ടറോ ഓയിലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഒത്തിരി ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ട് ബട്ടറും ഓയിലൊക്കെ ഒത്തിരി ആകുമ്പോഴത്തേക്കും കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു കേക്ക് തന്നെയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഉണ്ടാക്കി വരുമ്പം കാണാനൊന്നും ഭംഗിയൊന്നും ഉണ്ടായിന്ന് വരില്ല, പക്ഷേ ടേസ്റ്റിന് അതുപോലെ തന്നെ അത്രയും സോഫ്റ്റായിട്ടും ഒക്കെ വരും. നല്ല ടേസ്റ്റിലും സോഫ്റ്റായിട്ടൊക്കെ വരും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും. കേക്ക് ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുമ്മ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം വനില എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം ഇപ്പം വനില എക്സ്ട്രാക്റ്റ് എന്നും പറഞ്ഞ് കിട്ടും, വനില എസൻസ് എന്നും പറഞ്ഞൊക്കെ കിട്ടും. നിങ്ങൾ അങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ വിലയാണ്, വലിയ വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ വനില എക്സ്ട്രാക്റ്റ് തന്നെ എടുക്കാൻ നോക്കണം. വനില എസൻസിനേക്കാളും കൂടുതൽ ടേസ്റ്റും രുചിയും ഒക്കെ ഉള്ളത് വനില എക്സ്ട്രാക്റ്റിനാണ് കേട്ടോ. അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് വെനില എക്സ്ട്രാക്റ്റ് ആണ്, പക്ഷേ വെനില എസൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം പാല് റൂം ടെമ്പറേച്ചർ, ഇതിന് ഞാൻ അത് പറയാൻ വിട്ടുപോയി, നമ്മളെല്ലാം എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെയാണ് കേട്ടോ. ഞാനിത് ബട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയാഞ്ഞത്. നമ്മൾ മുട്ടയൊക്കെ എടുത്തത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇപ്പോൾ ഈ പാലെടുക്കുന്നതാണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാൽ തന്നെയാണ് എടുക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഫ്രിഡ്ജിനകത്തൊക്കെയാണ് പാല് അല്ലെങ്കിൽ മുട്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ അതൊന്ന് പുറത്ത് വയ്ക്കുക. നമ്മുടെ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ അത് റൂം ടെമ്പറേച്ചറിലുള്ള സംഭവങ്ങളൊക്കെ ആയി. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പാല് ചേർത്തത് കൊണ്ട് മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങ് മിക്സ് ചെയ്യരുത്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതറിയാത്ത ആൾക്കാർ പതുക്കെ, വളരെ പതുക്കെയാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുക, ഫോൾഡ് ചെയ്യുക എന്നാണ് പറയുക. നമ്മളിത് ഒരിക്കലും ഇളക്കി അങ്ങ് കുത്തി മറിക്കുന്നില്ല, ജസ്റ്റ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് കുക്കറിനകത്തോ ഓവനകത്തോ ഒന്നുമല്ല വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്ത് പാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ചായ ഉണ്ടാക്കുന്ന ഒരു കുഴിയൻ പാത്രം ഉണ്ടല്ലോ, അതാണെങ്കിലും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നല്ല വട്ടനൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന സോസ് പാൻ കാണിച്ചു തരാം. ഞാനിവിടെ കുഞ്ഞ് വട്ടനുള്ള ഒരു കുഞ്ഞ് സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. നല്ല കുഴിയുള്ള ഒരു പാത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ എന്ത് പാത്രമാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നന്നായി വരും എന്ന് തോന്നുന്നത്, അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാത്രം എടുത്തോ. ഞാനപ്പോൾ ഈ ഒരു സോസ് പാനാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഈ സോസ് പാനിൽ നമ്മുടെ ബാറ്റർ നമുക്ക് ആദ്യം ഒന്ന് ഒഴിക്കാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ സോസ് പാൻ നമുക്കൊന്ന് ഗ്രീസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അത് വിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ തൂക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ തൂക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദയുടെ ഇച്ചിരി പൊടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് വെതറി കൊടുക്കാം. നിങ്ങൾക്ക് ഈ 3 ഓപ്ഷനിലുണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ്, ഒരു ബ്രഷിനകത്ത് കുറച്ച് ഓയിൽ ഞാനിതൊന്ന് എല്ലായിടത്തും അരുത്തും അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഞാനൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഈ ബാറ്റർ നമ്മൾ സോസ് പാനിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. നമ്മുടെ ഈ പാത്രം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തട്ടിക്കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒട്ടും സോഫ്റ്റായി വരത്തില്ല. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ തവയുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഫ്രൈങ് പാനാണ്, അതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ദോശയൊക്കെ ചുടുന്ന ഒരു പാനാണ്. അപ്പോൾ അത് കുറച്ച് പഴുതായതായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിത് വെക്കണം. ഇത് എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഈ ചട്ടി ഒന്ന് ചൂടാക്കി വെക്കണം. അത് ചൂടായതിന്
ശേഷം മാത്രമേ നമ്മുടെ ഈ സോസ് പാന് നമ്മൾ വെക്കാൻ പാടുള്ളൂ അതിൻ്റെ മേലെ. ഇത് സോസ് പാൻ നമ്മളിതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഉടനെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഓൾറെഡി 10 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ ഫ്രൈങ് പാൻ ചൂടാക്കിയായിരുന്നു. ഇനി അതിൻ്റെ മേലെ ഞാൻ സോസ് പാൻ വെച്ചപ്പോൾ ഉടനെ തന്നെ ഞാനത് തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ മേലെ ഞാൻ മൂടിക ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മൂടികളുള്ളൊരു പാത്രം എടുക്കാൻ നോക്കുക. എനിക്കിപ്പോൾ ഇതിന് കറക്റ്റ് ഒരു മൂടികയില്ല, അതുകൊണ്ട് ഞാൻ ഒരു മൂടിക വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേലെ നല്ലൊരു ഭാരമുള്ള എന്തെങ്കിലും ഇപ്പോൾ ഞാനിവിടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇടിക്കുന്ന ആ ഒരു പാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് കുറച്ച് ഹെവി ആയിട്ടുള്ള വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് ഈ ഒരു പാത്രത്തിൻ്റെ മേലെ വെക്കാം. അന്നേരം ഇതിനകത്തുള്ള ആവിയൊന്നും പുറത്ത് പോകത്തില്ല, അത് നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റാണ് ഞാനിവിടെ എടുത്തത് ഇതൊന്ന് ആയി വരാനായിട്ട്. നമുക്കിതൊരു 15 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായി എന്നുള്ളത്. എന്നിട്ട് ഒരു 15 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം. എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റിനകത്ത് ഇതായി വന്നായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായി എന്നുള്ളത്. ഞാനിതിപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പം ഇതുണ്ടോ, ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഞാനതുപോലെ പറയാൻ വിട്ടുപോയി, ബാറ്ററി നിങ്ങൾ ഒഴിക്കുമ്പം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. കാരണം ഇത് പൊന്തി വരും, ഒത്തിരി അങ്ങ് പൊന്തി വരും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അര ഭാഗത്തിന് കുറച്ച് തൊട്ട് താഴെയുള്ള ആ ഒരു ഭാഗം മാത്രം നിങ്ങളിത് നിറച്ചാൽ മതി ബാറ്റർ. പക്ഷെ ഞാനിവിടെ എടുത്തപ്പം ചെറിയൊരു പാത്രമായി പോയി. ആ പാത്രത്തിന് കൊള്ളാവുന്നതിനേക്കാളും ഇച്ചിരി കൂടുതലാണ് ഞാൻ ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കിതൊക്കെ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ മേലെ ഈ പാത്രം ഒന്ന് പതിഞ്ഞ് ചെറുതായിട്ടൊന്ന് അമങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാലത്തെ കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ പാത്രം അങ്ങനെ മൂടി വെച്ചതുകൊണ്ട് ആ പാത്രത്തിൻ്റെ ഒരു ഷേപ്പിലാണ് ഉള്ളിൽ ഇങ്ങ് പരന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നിറച്ച് ഒഴിക്കരുത്. ഇപ്പോൾ ഇതായോന്ന് നോക്കുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു പിക്കർ ഞാനിതിനകത്തോട്ടൊന്ന് കുത്തിയിട്ടൊന്ന് എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആയി എന്നാണ് അർത്ഥം. ഉള്ളൊക്കെ വെന്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഇത് നമ്മൾ ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോന്നോളും. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇതുപോലെ കമത്തിയെടുക്കാവേ. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് കമത്തിയെടുക്കുവാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ നല്ലതുപോലെ തന്നെ മുരിഞ്ഞും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തിരിച്ചിടുമ്പം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ട് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ്. നമുക്ക് ആ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നും കൂടെ ഓർക്കണം. അങ്ങനെ ചെയ്യാതെയാണ് നമുക്ക് ഇത്ര നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കേക്ക് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രത്തോളം അത് സോഫ്റ്റ് ആണെന്ന്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഞാൻ 2 വിരൽ വെച്ചിട്ടാണ് ഇതൊന്ന് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ടീ കേക്ക്, സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പം അതിനകത്ത് ഇനി ഓയിലുണ്ട്, ബട്ടർ ഒത്തിരി ഉണ്ടല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട. അതില്ലാതെയാണ് നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കേക്ക് ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് വേറെ ഒന്നും മേടിക്കേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 30 മിനിറ്റോളം സമയം ചിലവഴിക്കാനുണ്ടെങ്കിൽ ചായക്ക് നല്ലൊരു അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് ഓവനിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സോളം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് ആയി കിട്ടും കേട്ടോ. അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് വേറെ ഒന്നും പുറമേ നിന്നൊന്നും മേടിക്കാതെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കേക്കാണ് ഇത് സൂപ്പർ സോഫ്റ്റുമാണ് താനും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.